ശരിക്കും പറഞ്ഞാൽ 110 അല്ല 115 സീറ്റ് വരെ ജയിക്കാവുന്ന സാഹചര്യം UDF ഉണ്ട്. ശരിക്കും ഇത് UDFന്റെ പോസിറ്റീവായിട്ടുള്ള വോട്ടല്ല, LDFന്റെ നെഗറ്റീവായിട്ടുള്ള വോട്ട്. പഴയ പോലെയല്ല, വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് UDFിലേക്കല്ല പോകും, കുറച്ച് BJPയിലേക്ക് കൂടി. ഇപ്പോൾ തിരുവനന്തപുരം ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ നോക്കിയാൽ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അടിയിലേക്ക് പോയപ്പോൾ UDF കയറി വരില്ല എന്ന് മനസ്സിലായപ്പോൾ ആളുകൾ BJP കൂടി. ആളുകൾ ആഗ്രഹിക്കുന്നത് CPM-നെ തോൽപ്പിക്കണം, LDF-നെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് BJP കൂട്ടി. ഏത് സമുദായത്തിൽ വേണമെങ്കിൽ എടുക്കാം, മുന്നോക്ക സമുദായത്തിൽ, പിന്നോക്ക സമുദായത്തിൽ, OBC-ന്ന്, ഉമാഭാരതി ഉണ്ടായിരുന്നു, ഒരുപാട് നേതാക്കപ്പെട്ടാണ്. ഇവരിൽ ആരെയും അല്ല, പക്ഷെ അവസാനം നറുക്ക് വിടുന്നത് നരേന്ദ്രമോദി. ഇവരെക്കാളൊക്കെ ക്രൂഡാണ് ബോഡി, മറ്റൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇംഗ്ലീഷൊക്കെ അതിൽ പച്ചവളം പോലെ സംസാരിക്കുന്നവരാണ്. അവരൊക്കെ പോയിട്ട് അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പൊളിറ്റിക്സ് ഈസ് ഫെയ്റ്റ് എന്ന് പറയും. PC ചാക്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കോൺഗ്രസ്സുകാരെക്കാളും ബുദ്ധിയുള്ള ആളാണ്, ഭാഷാ സ്വാധീനമുള്ള ആളാണ്, പ്രാഗൽഭ്യമുള്ള ആളാണ്. അത്തരം കഴിവുള്ള ഒരാളെ സഹിക്കാൻ വേറെ ഒരു നേതാവിനും സാധ്യമല്ല. AK ആന്റണിക്ക് പുള്ളി ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല, KK കരുണാകരന് ഇഷ്ടമായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമായിരുന്നില്ല, വയലാർ രവിക്ക് ഇഷ്ടമായിരുന്നില്ല, ആർക്കും ഇഷ്ടമായിരുന്നില്ല. അതിന്റെ കാരണം PC ചാക്കോയ്ക്കുള്ള കഴിവ് ഇവർക്കില്ല. ദീപികയുടെയും കത്തോലിക്ക സഭയുടെയും കണ്ണിലുണ്ടിയായിരുന്നു PT ചാക്കോ. ആ PT ചാക്കോയ്ക്ക് ബദലായിട്ട് മനോരമ അവതരിപ്പിച്ച ആളാണ് PC ചെറിയാൻ, പടിഞ്ഞാറക്കര. അദ്ദേഹം പുതുപ്പള്ളി MLA ആണ്. പിന്നെ യുവതലമുറയിൽ നിന്ന് അവർ പൊക്കിക്കൊണ്ടുവന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സ്വന്തം നിലയ്ക്ക് കഴിവുള്ള ആൾ തന്നെയായിരുന്നു, പക്ഷെ മനോരമയുടെ അകൈതവുമായ പിന്തുണ പുള്ളിക്കുണ്ട്, അത് സത്യം. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എൻ്റെ അനുഭവത്തിൽ. ഞാനിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരുപാട് കൊല്ലമായി. എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഏറ്റവും വർഗീയത കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ്. ലീഗ് ഒരു സാമുദായിക പാർട്ടി, അത് തീർച്ചയായിട്ടും സമുദായത്തെ പ്രതികരിക്കുന്ന പാർട്ടി, വർഗീയ പാർട്ടിയല്ല. വർഗീയ പാർട്ടി എന്ന് വെച്ചാൽ വേറൊരു സ്ഥാനമാണ്. PDP ഒരു വർഗീയ പാർട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റേ SDPI വർഗീയ പാർട്ടി. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടി. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുസ്ലിം എഡിഷനാണ് ഒരു മുസ്ലിം കോൺഗ്രസ് എന്ന് പറയാം. മതേതരമായിരിക്കണം, അത് ജനസംഘമല്ല BJP. പിന്നെ BJPയുടെ കൊടിയിൽ തന്നെ അറിയില്ല, ആദ്യം ഒരു പച്ച കഴിഞ്ഞിട്ടാണ് കാവ്യം. പച്ച കഴിഞ്ഞിട്ടാണ് കാവ്യം. അത് പച്ച കാവ്യമുണ്ട്, പറ്റിൽ കാവ്യം മാത്രവും, അത് വ്യത്യാസം. അപ്പൊ മതേതരത്വം ഒരു എവല്യൂഷനാണ്. നമ്മൾ പറയുന്നത് വാജ്പേയിയുടെ സമയത്താണ്. അത് ഈ BJP രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിം നേതാക്കന്മാർ സ്റ്റേജിൽ 84-ലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭയങ്കര തിരിച്ചടിയാണ്. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്വാളിയോറിൽ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിന് തോറ്റു. അതിനുശേഷം വാജ്പേയി പറഞ്ഞിട്ട് അദ്വാനി വന്നപ്പോഴാണ് പുള്ളി ഗാന്ധിയൻ സോഷ്യലിസവും പാർട്ടിയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് പുള്ളി ഹിന്ദുത്വം എന്നുള്ള വാക്ക് അപ്പഴാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഹിന്ദുത്വം എന്നുള്ള വാക്ക് ഈ കോമൺ പൊളിറ്റിക്സിലില്ല. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്കാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗാലറി വിഷൻ മീഡിയ. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ സ്ഥിരമായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ എത്താറുമുണ്ട്. എന്നാൽ തൻ്റെ സ്വതസിദ്ധമായ ഭാഷാ ശൈലി കൊണ്ട് ഏറെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നെൻ്റെ മുമ്പിലുള്ളത്. എനിക്ക് ഏറെ ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും, 100% ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും, ഇത്രത്തോളം പ്രേക്ഷകരുള്ള മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകൻ കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊക്കെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവറാണ്. ഏറെ പ്രിയപ്പെട്ട ജയശങ്കർ സാറാണ്. സാർ നമസ്കാരം. ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വാസ്തവം തന്നെയാണ്, അതല്ലാതെ ഒരു അതിശയോക്തി പറഞ്ഞതല്ല, അതിൻ്റെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് നിലവിൽ ഇപ്പോൾ 26 വയസ്സുണ്ട്. എൻ്റെയൊക്കെ ഒരു 10-12 വയസ്സ് മുതൽ ഞാൻ സാറിനെ പ്രേക്ഷകരാണ്. കാരണം സാറ് കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അത്. മറ്റുള്ളവരൊക്കെ ഒരുപാട് ഭാഷ കയറ്റി വളച്ചൊടിച്ച് തിരിച്ച് മറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സാറ് സ്ട്രെയിറ്റാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ആൾക്കാർക്കാണ്. അത് എവിടെ നിന്നാണ് ആ ഒരു ശൈലി ഉണ്ടായത്? അല്ല, ആ ശൈലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഓരോ രീതിയിലാണ്. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയൊരു പ്രസംഗകൻ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ PC ചാക്കോയ. ചാക്കോയുടെ പ്രാഗൽഭ്യത്തിനൊത്ത രീതിയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ വളർച്ച അദ്ദേഹത്തിന് ആദ്യത്തെ പ്രതിപക്ഷം ഉണ്ടായില്ല. അല്ല, PT ചാക്കോ അല്ല, PC ചാക്കോ. ഇപ്പൊ NCP ആയിട്ടിരിക്കുന്ന ഈ ചാക്കോയുടെ ഒരു പ്രത്യേകത, ചാക്കോ 1.5 മണിക്കൂർ നീണ്ടെടുക്കുന്ന ഒരു പ്രസംഗം പൊതുയോഗത്തിൽ നടത്താൻ, ഗംഭീര പ്രസംഗം, 1.5 മണിക്കൂർ. 10 മിനിറ്റ് നിയമസഭയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ, നിയമസഭയിൽ 1.5 മണിക്കൂർ പ്രസംഗിക്കില്ല, അത് ഒന്നാം തരം പ്രസംഗം. 10 മിനിറ്റിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഒരു TV ചർച്ചയിൽ 3 മിനിറ്റ് സംസാരിക്കും. ആ 3 മിനിറ്റിൽ അദ്ദേഹം ആശയം കൃത്യമായിട്ട് കൺവേ ചെയ്യും. ഭയങ്കര കഴിവാണ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ വളരെ കുറച്ചു. അപ്പോൾ നമ്മളെ ഇതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ TV-ലൊക്കെ സംസാരിക്കുമ്പോൾ
1 മണിക്കൂർ ചർച്ച എന്നാണ് പറഞ്ഞെങ്കിൽ ഇൻട്രൊഡക്ഷൻ മറ്റേ അവതാരകന്റെ ഒരു ലാത്തി പിന്നെ പരസ്യം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കൂടി 20-25 മിനിറ്റ് ആ പരിപാടി ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഒരാൾക്ക് കിട്ടുന്നത് മാക്സിമം 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. അപ്പോൾ ഈ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആഞ്ഞടിച്ച് പറയും. അതാണ് അതിൽ പ്രധാനപ്പെട്ട. അപ്പോൾ കണ്ടമാനം നമ്മൾ സൈദ്ധാന്തികമായിട്ടൊക്കെ പറഞ്ഞ് കേൾക്കുന്നവർ TV ഓഫ് ചെയ്ത് പോകുക, അല്ലെങ്കിൽ വേറെ ചാനലിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് ആഞ്ഞടിച്ച് പറയും. അതാണ് അതിന് വേറെ മാജിക്കൊന്നുമില്ല. അല്ല, PC ചാക്കോയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കാം. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു അനിഷേധ്യ നേതാവ് തന്നെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. AI ആ ഒരു വിരുദ്ധത വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 80-ൽ പാർട്ടി മുഴുവനായിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ പോലും മറുഭാഗത്ത് 5 MLA-മാരുമായിട്ട് പുള്ളി അവിടെ തന്നെ നിന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊക്കെ ശരിയാണ് അല്ലേ? പക്ഷേ PC ചാക്കോയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ PC ചാക്കോ വളരെ കഴിവുള്ള ആളാണ്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. കേൾക്കുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും എനിക്ക് ശത്രുക്കളും. പക്ഷെ സത്യം പറയുന്നതിൽ നമ്മൾ ആരും നോക്കിക്കാൻ പറ്റില്ല. PC ചാക്കോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കോൺഗ്രസ്സുകാരെക്കാളും ബുദ്ധിയുള്ള ആളാണ്, ഭാഷാ സ്വാധീനമുള്ള ആളാണ്, പ്രാഗൽഭ്യമുള്ള ആളാണ്. അത്രയും കഴിവുള്ള ഒരാളെ സഹിക്കാൻ വേറെ ഒരു നേതാവിനും സാധ്യമല്ല. ആന്റണിക്ക് പുള്ളി ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല, കരുണാകരന് ഇഷ്ടമായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമായിരുന്നില്ല, വയലാർ രവിക്ക് ഇഷ്ടമായിരുന്നില്ല, ആർക്കും ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ കാരണം PC ചാക്കോയ്ക്കുള്ള കഴിവ് ഇവർക്കില്ല. ഉമ്മൻചാണ്ടിയെക്കാളൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ആൾ തന്നെയാണ് PC ചാക്കോ. പക്ഷേ പിന്നെ ഉമ്മൻചാണ്ടിക്ക് മലയാള മനോരമയുടെ മറ്റു വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ചാക്കോയ്ക്ക് അതും കിട്ടിയില്ല. അല്ല, അത് എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അത് ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാനൊക്കെ ജനിച്ചൊക്കെ ഒരുപാട്, അപ്പോൾ സാറൊക്കെ ഒരുപാട് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ മാമൻ മാപ്പിള അല്ലെങ്കിൽ മലയാള മനോരമ ഒരു ക്രിസ്ത്യൻ ലേബൽ ചാർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് കൃത്യമായിട്ട് പിന്തുണ കൊടുത്തെന്ന് പറയുന്നത് വാസ്തവമാണോ, അതോ ചുമ്മാ ഈ ജനങ്ങൾ അടിച്ചിറക്കുന്ന ഒരു ക്രിസ്ത്യൻ ലേബൽ കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ പറയില്ല. ഉമ്മൻചാണ്ടി അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ശരിക്കും ബ്രാൻഡ് ചെയ്തില്ല. ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഇവർ നല്ലോണം പെട്രൈസ് ചെയ്തു എന്നുള്ളൊരു സത്യമാണ്. അത് ആദ്യത്തെ ആളല്ല ഉമ്മൻചാണ്ടി. ഇവർ ആദ്യകാലത്ത് സപ്പോർട്ട് ചെയ്തത് PC ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു. PC ചെറിയാൻ പടിഞ്ഞാറക്കര. നിങ്ങളൊന്നും കേട്ടിട്ടില്ല. 69-ൽ പാർട്ടി വളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിൽ പോയ ആളാണ്. അതിനു മുമ്പ് PT ചാക്കോ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞ സാക്ഷാൽ PT ചാക്കോ ഉള്ള കാലത്ത് PT ചാക്കോ ആയിരുന്നു കോൺഗ്രസിൽ അനിഷേധ്യനായ നേതാവ്. അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെയും വലിയ പിന്തുണ ഉണ്ടായിരുന്നു. നായർ സമുദായത്തിന്റെയും എല്ലാവരുടെയും പിന്തുണ. പക്ഷെ കത്തോലിക്ക സഭയുടെയും അതുപോലെ ദീപിക പത്രത്തിന്റെയും ഉറച്ച പിന്തുണ. അന്ന് ദീപിക വലിയ ശക്തിയാണ്, മനോരമ ഇത്ര വലിയ ശക്തിയായിരുന്നു. ദീപികയുടെയും കത്തോലിക്ക സഭയുടെയും കണ്ണിലുണ്ടിയായിരുന്നു PT ചാക്കോ. ആ PT ചാക്കോയ്ക്ക് ബദലായിട്ട് മനോരമ അവതരിപ്പിച്ച ആളാണ് PC ചെറിയാൻ, പടിഞ്ഞാറക്കര. അദ്ദേഹം പുതുപ്പള്ളി MLA ആയിരുന്നു. പിന്നീട് PC ചെറിയാൻ സംഘടനാ കോൺഗ്രസിലേക്ക് പോയ ഒരു വാക്കത്തിലാണ് ഇവര്. പിന്നെ CM സ്റ്റീഫനെ കുറെ ആള് കൊണ്ടുനടന്നു. CM സ്റ്റീഫന് വലിയ നേതാവ്, കേന്ദ്രമന്ത്രിയൊക്കെ. അദ്ദേഹം ഈ ഓർത്തഡോക്സുകാരനാണ്. പിന്നെ യുവതലമുറയിൽ നിന്ന് അവർ പൊക്കിക്കൊണ്ടുവന്ന ആളാണ് ഉമ്മൻചാണ്ടി. സ്വന്തം നിലയ്ക്ക് കഴിവുള്ള ആൾ തന്നെയായിരുന്നു. പക്ഷെ മനോരമയുടെ അകൈതവുമായ പിന്തുണ പുള്ളിക്കുണ്ടായിരുന്നു. അത് സത്യമാണ്. പക്ഷെ എന്നാൽ പോലും അത് മനോരമ ഓരോ കാലത്ത് ഓരോരുത്തരും ഇപ്പൊ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് തോന്നുന്നു. അല്ല, ഇപ്പൊ ആരെ ഇനിയിപ്പോ മനോരമയുടെ ഒക്കെ ഒരു പഴയ പൊളിറ്റിക്കൽ ഫോഴ്സ് നഷ്ടപ്പെട്ടല്ലോ. ആളുകൾ ആരും മനോരമ വായിക്കില്ല. മനോരമയൊക്കെ എത്ര പൊക്കിയാലും ഇത്ര പൊങ്ങുള്ളൂ. ഇനിയിപ്പോ പഴയ സോഷ്യൽ മീഡിയ മറ്റു പല സാധനങ്ങളും. അതുകൊണ്ട് മനോരമ ഇന്ത്യയുള്ള മനോരമ മാതൃകയൊന്നും പൊക്കി ആരും പൊക്കൂല. അതേ ഉള്ളൂ. ഇലക്ഷൻ അതായിരുന്നു. ഇനി ആ സമയത്ത് ഞാൻ സാറിനെ കണ്ടിന്യൂസ് 2-3 തവണ വിളിച്ചു. പക്ഷെ സാറിന് സമയമില്ലായിരുന്നു. അല്ല, നമുക്കൊന്ന് ഇരിക്കേണ്ടായിരുന്നു. അതിൽ വേറെ പ്രശ്നമുണ്ട്. ഈ കോടതി അടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കോടതി അടക്കുന്ന സമയവും ഇലക്ഷനോട് ഒരുമിച്ച് വന്നിട്ടേ വല്ലാത്തൊരു അവസ്ഥ. അതായത് ഇലക്ഷൻ വിശകലനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വിശകലനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഈ പിണറായി വിജയൻ 20,000 വോട്ടിന്റെ താഴത്തേക്ക് ഭൂരിപക്ഷം കുറയും, അതുപോലെ മുഹമ്മദ് റിയാസ് 7,000 വോട്ടിനെ ജയിക്കുകയുള്ളൂ, ഇതൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായി. അതുപോലെ 98+ ആയിരുന്നു പറഞ്ഞത്. അതുപോലെ സാറിന് എന്തെങ്കിലും ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം, ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് മിക്കവാറും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം വളരെ 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 പ്രകടമായിരുന്നു. ശരിക്കും ഇത് UDFന്റെ പോസിറ്റീവായിട്ടുള്ളൊരു വോട്ടല്ല, LDFന്റെ നെഗറ്റീവായിട്ടുള്ള വോട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അന്നേ പ്രൊഡിക്റ്റ് ചെയ്തൊരു കാര്യം, ഈ ജനവികാരത്തിൻ്റെ തോത് വെച്ചിട്ട് 90 തൊട്ട് 110 വരെ സീറ്റുകൾ UDF ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഒരു റൈഡർ എന്ന് വെച്ചാൽ പഴയ പോലെയല്ല, വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായിട്ട് UDFിലേക്കല്ല പോകും, കുറച്ച് BJPയിലേക്ക് കൂടി. ഇപ്പോൾ തിരുവനന്തപുരം ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ നോക്കിയാൽ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF അടിയിലേക്ക് പോയപ്പോൾ UDF കയറി വരില്ല എന്ന് മനസ്സിലായപ്പോൾ ആളുകൾ BJP വോട്ട് ചെയ്തു. ആളുകൾ ആഗ്രഹിക്കുന്നത് CPM തോപ്പിക്കണം, LDFനെ തോപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് BJP വോട്ട് ചെയ്തു.
അത് തന്നെ ഇവിടെ ഈ എറണാകുളം ജില്ല എന്ന് വെച്ചാൽ UDF-ന്റെ കോട്ടയല്ലേ. അതെ അതെ എറണാകുളം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും നോക്കുമ്പോഴും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് ദുർബലമായ ആളുകൾ BJP കൊണ്ട്. അതെ അതെ കട്ടക്കെട്ട് നിന്ന്. അപ്പോൾ അതാണ് സംഗതി. അപ്പോൾ അത് സാഹചര്യങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF-ന് തോപ്പിക്കണം എന്നുള്ള ഒറ്റ വികാരമാണ് അത്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് നിൽക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 110 അല്ല 115 സീറ്റ് വരെ ജയിക്കാവുന്ന സാഹചര്യം UDF-ണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്ന ചില പാളിച്ചകൾ, ചില പൊരുത്തക്കേടുകളുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ട സീറ്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി എന്നൊക്കെ ജയിക്കുമായിരുന്നു. ഇനി വർക്കലയിൽ BRM ഷഫീർ ജയിക്കുമായിരുന്നു. അതുപോലെ എന്താണ് മറ്റേ നെടുമ്പങ്കാട് അവിടെ മീനാങ്കൽ കുമാർ എന്ന് വെച്ചാൽ വെറുക്കപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണ്. ഇനി VS ശിവകുമാർ അല്ല വേറെ ആളെന്തെങ്കിൽ അരുവിക്കര ജയിക്കും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട സീറ്റുകളുണ്ട്. പിന്നെ അധികം ഭൂരിപക്ഷം കിട്ടാതിരിക്കാൻ നല്ലത്. ഒരുപാട് ഭൂരിപക്ഷം കൂടിയാലും ഭൂരിപക്ഷം കൂടുന്നതനുസരിച്ച് ഭരണം മോശവും. അതെ 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 ഒരു 90 സീറ്റിന്റെ അടുത്ത് കിട്ടുന്നതാണ് നല്ലത്. അതെ 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 അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഘടകകക്ഷികളുടെ സംസാരം അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ കൃത്യമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കേൾക്കണ്ട എന്നൊരു ചിന്താഗതിയിലേക്ക് കോൺഗ്രസ് മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ കാരണം 63 സീറ്റ് ഏകപക്ഷീയമായി തന്നെ ലഭിച്ചു. അല്ല, അത് 63 സീറ്റ് കിട്ടുകയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തിരുന്നെങ്കിൽ ഘടകകക്ഷികളുടെ വാക്കുകൾ കേൾക്കാതെ പോയത്. പക്ഷേ ഇപ്പോൾ VD സതീശനായതുകൊണ്ടും സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ഘടകകക്ഷികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഷിബു ബേബി ജോൺ ആണെങ്കിലും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ എപ്പോഴും ഘടകകക്ഷികളുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ് നല്ലത്. 1967 CPM-ന് വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവർ CPI-ക്കാരെ RSP-ക്കാരെ ഗൗനിക്കാതെ ഭരിച്ചുകൊണ്ടാണ് മന്ത്രിസഭ പോയത്. CH മുഹമ്മദ് കോയയുടെ ഓതറൈസ്ഡ് ബയോഗ്രഫി, CH-ന് ഒരുപാട് ബയോഗ്രഫി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ MC വടകര എഴുതിയ വലിയ പുസ്തകമാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രമാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ CH-ന്റെ ഏറ്റവും ഗംഭീരമായ ബയോഗ്രഫിയാണ് അത്. അതല്ല, CH ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞനുസരിച്ച് തയ്യാറാക്കിയ നവാസ് പൂനൂർ എഴുതിയ ജീവചരിത്രം. ആ ജീവചരിത്രം CH-ന് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നവാസിനെ കൊണ്ട് എഴുതി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അത് തുടങ്ങുന്ന ഒരു അവതാരിക പോലെ, ഒരു ആമുഖം പോലെ CH-ഉം നവാസ് പൂനൂരും തമ്മിലുള്ള ഒരു സംഭാഷണം. അതിൽ അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിലെ സാഹിത്യകാരനാരാണ്? CH-ന്റെ മറുപടി ഉറൂബ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഉറൂബ് ഉമ്മാച്ചു പോലൊരു നോവൽ എഴുതാൻ ഉറൂബിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതിന് പുള്ളി വിശദീകരിക്കുന്നത്. അപ്പോൾ ബഷീർ നമ്മുടെ ഒരു സുഹൃത്ത്, പുള്ളി ഒരുപാട് തമാശയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്രയൊക്കെ ഉള്ളൂ എന്ന രീതിയിൽ പറയുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നതല്ല. CH-നോട് ചോദിക്കുന്നത് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാണ്? CH-ന് ഉത്തരം അച്യുതനാണ്. നവാസ് ചോദിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത? ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ നയിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. അപ്പോൾ നവാസിൻ്റെ PMS ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ പൊളിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. മനസ്സിലായി? ഇതാണ് വ്യത്യാസം. ഒരു കൂട്ടുകക്ഷി സർക്കാരാകുമ്പോൾ എല്ലാവരും സ്നേഹിച്ച് സ്വരൂപിപ്പിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്തു കൊണ്ടു. അല്ല, 2015 അങ്ങനെയാണെങ്കിൽ 2015 CH മുമ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന CH ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് ഒരു 72 സീറ്റും കൊണ്ട് അങ്ങനെ കൊണ്ടു നടക്കാൻ വേറെ ഒരാളെ കൊണ്ട് രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്ന കാലങ്ങളുടെ അതെ ഉമ്മൻചാണ്ടിക്ക് പറ്റുള്ളൂ. 72 സീറ്റ് എന്ന് പറയുന്ന ഒരു സമയത്ത് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അത് സമ്മതിക്കണം. അപ്പം അതുപോലെ തന്നെ സാറ് പറഞ്ഞു വന്ന ഒരു ടോപ്പിക്കിലൂടെ തന്നെ നമുക്കൊന്ന് കുറച്ച് സഞ്ചരിച്ചിട്ട് നമുക്കിതിലേക്ക് പോകാം. മുസ്ലിം ലീഗ് അതൊരു വലിയ ടോപ്പിക്കായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു സത്യത്തിൽ എല്ലാ വർഗീയ ചാപ്പയും കൊണ്ടേ അടിക്കുന്ന ഒരു പ്രസ്ഥാനമായി മുസ്ലിം ലീഗിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണോ? ഈ ചോദ്യം ഇപ്പോഴല്ല, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് KSUവിന്റെ ഒരു പഠന ശിബിരം സ്റ്റേറ്റ് ക്യാമ്പ്, അത് ഹൈബിയുടെ KSUവിന്റെ പ്രസിഡന്റ് സമയത്ത് VS-ന്റെ മന്ത്രിസഭ കേരളം ഭരിക്കും. അപ്പോൾ ചരൽക്കുന്നിൽ വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് സംശയം ചോദിക്കും ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരുത്തൻ ചോദിച്ച ചോദ്യം KSUക്കാരൻ മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടന അല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ എനിക്ക് ചോദ്യത്തിന്റെ രഹസ്യം മനസ്സിലായി. കാരണം ഞാൻ ചിലരുടെ തൊട്ട് മുമ്പാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ പ്രസംഗിച്ചിട്ട് ആര്യാടൻ മുസ്ലിം ലീഗിനോട് വലിയ എതിർപ്പുള്ള ആളായിരുന്നു രാഷ്ട്രീയമായിട്ട്.
അപ്പോൾ അദ്ദേഹത്തിന്റെ അതിൽ നിന്ന് ആവേശം കൊണ്ടുവരണം ഇവർ ചോദ്യം ലീഗ് വിഴുങ്ങുന്നു എന്നാ പറയുന്നത്. മലപ്പുറത്ത് ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുക. അതെ, അല്ല അദ്ദേഹത്തിന്റെ കാരണം. അപ്പൊ ഇതിന്റെ പുറകിലാണ് ഈ ചോദ്യം വരുന്നത് എനിക്ക്. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ചിരിച്ചു. ചോദ്യങ്ങൾ എഴുതി തരിക. ഞാൻ പറഞ്ഞു ലീഗ് ഒരു വർഗീയ സംഘടനയാണെന്ന് എനിക്ക് അഭിപ്രായം. ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. തീർച്ചയായിട്ടും സമുദായത്തെ പ്രതികരിക്കുന്ന പാർട്ടി, വർഗീയ പാർട്ടിയല്ല. വർഗീയ പാർട്ടി എന്ന് വെച്ചാൽ വേറൊരു സാധനമാണ്. PDP ഒരു വർഗീയ പാർട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റേ SDPI വർഗീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുസ്ലിം എഡിഷനാണ് ഒരു മുസ്ലിം കോൺഗ്രസ് എന്ന് പറയാം. അത് പുതിയൊരു നല്ലൊരു മുസ്ലിം കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗ്. അതിൽ ആളുകളെല്ലാവരും ലീഗുകാരെല്ലാവരും മുസ്ലിങ്ങളാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയുള്ള. അപ്പം അത് സത്യത്തിലൊരു സാമുദായിക പാർട്ടിയാണ്. ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. മറ്റു സമുദായങ്ങൾക്ക് എതിരാണെന്നോ മറ്റുള്ളവർ ഇല്ലായ്മയാണെന്നുള്ള അഭിപ്രായം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സാറിന്റെ ഇത്രയും കാലത്ത് പാരമ്പര്യം വെച്ച് സാറിന് ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ഒരു വ്യക്തി മുസ്ലിം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല. ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ അനുഭവത്തിൽ, ഞാനിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരുപാട് കൊല്ലമായിരുന്നു. എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ ഏറ്റവും വർഗീയത കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ്. കാരണം അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. തമ്മിലടിയല്ല. നേരെ കുറച്ച് കോൺഗ്രസിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ കിടക്കി പൊരുത്തൻ മറ്റവൻ നോക്കട്ടെ, അവൻ നായരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവൻ ചോരായതുകൊണ്ടാണ്, മറ്റവൻ മാപ്പിളയായതുകൊണ്ടാണ്, ഇപ്പോൾ ക്രിസ്ത്യാനികളിൽ അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് വലിയ സിദ്ധാന്തം പറഞ്ഞ ആൾക്കാരെ കണ്ടില്ല. മനസ്സിലായി. സ്റ്റേജിൽ കയറിയത് പിന്നെ കംപ്ലീറ്റ് മതനിരപേക്ഷതയും സെക്യുലറിസവും തേങ്ങ മാങ്ങയൊക്കെ പറയുന്നവരാണ്. പക്ഷെ പുറത്തൊക്കെ ഇട്ടാൻ പറഞ്ഞു മറ്റവനാണ് അതിന്റെ ആളാ കള്ള കാക്ക ഇവരൊന്ന് കുടിക്കാൻ വിശ്വസിക്കുന്നത് എന്താ നമ്മളോട് പറയും. മനസ്സിലായി. ഇതാണ് ഉള്ളിലിരിപ്പ്. പക്ഷെ ലീഗുകാർക്ക് അങ്ങനെയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ RSSകാരാണ്. അതിൽ ഹിന്ദുക്കൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് മറ്റു സമുദായക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യമുണ്ട്. RSSനെയും ലീഗിനെയും ഒരു വണ്ടിയിൽ കെട്ടാൻ പറ്റില്ല. അതല്ല പറഞ്ഞത്. അവർക്ക് അന്യ സമുദായങ്ങളുടെ ആ രീതിയിൽ ഇതിന്റെ അകത്തുള്ള കുത്തിത്തിരിപ്പില്ല, അസഹിഷ്ണുതയില്ല. അവർക്ക് എതിർപ്പുണ്ട്. തീർച്ചയായിട്ടും. RSSകാർക്ക് ലീഗിനോട് മാത്രമല്ല മുസ്ലിങ്ങളോട് പൊതുവിലും ആ രീതിയിലുണ്ട്. പക്ഷെ ഈ രീതിയിലുള്ള ചിന്താഗതി ഇല്ല. അല്ല അതുപോലെ തന്നെ പക്ഷേ നമ്മുടെ ഈ സോക്കോൾഡ് സെക്കുലറായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആദ്യം അധ്യാത്മം വർഗീയമാണ്, വർഗീയവും ജാതീയവുമാണ്. നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ കള്ളന്മാരല്ല, ഒരു ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തേക്ക് വരാനാണ്. മറ്റവർക്ക് ആ പ്രശ്നമില്ലോ. ഇപ്പൊ ലീഗിന്റെ അകത്ത് വേറെ പ്രശ്നം വരാം. ഇപ്പൊ സുന്നി മുജാഹിദ് പോലുള്ള ഇപ്പൊ ഇത്തവണ ഒരു മദ്രസഭ രൂപീകരിച്ചപ്പോ അതിന്റെ നായ വന്നിട്ട് പോയിട്ട് കുഞ്ഞാലിക്കുട്ടി മാത്രം സുന്നിയായിട്ടുള്ളൂ, ബാക്കി എല്ലാം മുജാഹിദാണ് പറയുന്നത്. PK ബഷീർ സാഹിബ് മുജാഹിദാണ്. KM ഷാജി മുജാഹിദ്, അര മുജാഹിദാന്നായിരിക്കും, ഫുൾ മുജാഹിദ് അല്ല, ഒരു അര മുജാഹിദാണെന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടൂല. അതുകൊണ്ടാണ് നമ്മുടെ ഷംസുദ്ദീൻ എന്താ അല്ല ഗഫൂർ സാഹിബ് എനിക്ക് തോന്നുന്നു സുന്നിയാന്ന് എനിക്ക് തോന്നുന്നു. സുന്നിയ അല്ല ഇവർക്കിടയിലും ഇത്തരത്തിലുള്ള ജാതീയത, അത് മുസ്ലിങ്ങൾ, ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഞങ്ങൾക്കിടയിൽ ഉണ്ട് ഈ സുന്നി, അതുപോലെ എന്താ ഷിയ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ ഇല്ല, എല്ലാം വെളിയിലാണ്. ഈ സുന്നി മുജാഹിദ് പ്രശ്നം ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് ആരംഭിക്കുന്നു അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നം. സാർ അതിനെയൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? അതൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് സമൂഹത്തിലും ഏത് സമുദായത്തിലും ഉണ്ടാവും. ഈ ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നം പോലെ അതില് മുജാഹിദുകാരൊരു പരിഷ്കരണ പ്രസ്ഥാനക്കാരായിട്ട് വന്നവരാണ്. പക്ഷേ ഒറ്റ കേൾവിയിൽ നമുക്കൊന്നും അത് പുരോഗമനപരമാണ്. പക്ഷേ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സുന്നികളാണ് കുറച്ചുകൂടി നന്മയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും. അവരുടെ ആശയങ്ങളിൽ ഈ പറഞ്ഞ പോലെ കലർപ്പ് ഉണ്ടായിട്ട്, ഞാൻ ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്, വെറുതെ പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ദൈവശാസ്ത്രപരമായ വംശം മാറ്റിയെടുത്തിട്ട് പ്രായോഗിക വശം, ഇസ്ലാം മതം ആവിർഭവിക്കുന്ന അറേബ്യയിലുള്ളൂ, 6-ാം നൂറ്റാണ്ടിലാണ്. അത് 21-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകും. തീർച്ചയായിട്ടും. ഇപ്പോൾ അറേബ്യയിലുള്ള അതേ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്ന അതേ വിശ്വാസമല്ല ഇന്തോനേഷ്യയിലും മലേഷ്യയിലുള്ള മുസ്ലിങ്ങൾ. ഒരു സംശയം അവിടെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ഖുർആൻ അന്നും ഇന്നും ഒന്ന് തന്നെ, മാറ്റം വന്നിട്ടില്ല. മതവിശ്വാസം ഖുർആൻ അവിടെ നിൽക്കട്ടെ, സാധാരണക്കാരൻ സംസ്കാരം തീർച്ചയായിട്ടും വ്യത്യസ്തരാണ്. പിന്നെ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും വ്യത്യാസം, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വ്യത്യാസമാണ്. അതുകൊണ്ടല്ലേ പാകിസ്ഥാൻ 25 കൊല്ലം നിൽക്കാഞ്ഞത്. അതുകൊണ്ട് മാത്രം ആളുകളെ പിടിച്ചെടുത്താൻ പറ്റില്ല. കാരണം ബംഗാളിയുടെ സംസ്കാരമല്ല പഞ്ചാബിയുടെയും സിന്ധിയുടെയും. അപ്പൊ സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്ത്യയിലും അതുപോലെ ഉണ്ട്. ഇപ്പൊ മലയാളിയുടെ
സംസ്കാരമല്ലോ. കേരളത്തിലെ മുസ്ലിമും കാശ്മീരിലെ മുസ്ലിമും തമ്മിൽ വ്യത്യാസം വരും. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിൽ വ്യത്യാസം വരും. ഞാൻ മൈൻഡിൽ പോലും വ്യത്യാസം വരും. അപ്പോൾ സുന്നികളുടെ വിശ്വാസത്തിൽ ഇതുപോലെ പ്രാദേശികമായ ഒരുപാട് അംശങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. മുജാഹിദുകാർ പറയുന്നത് ഈ വക സാധനങ്ങളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും തൂത്ത് മാറ്റിയിട്ട് നമ്മൾ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ചിന്താഗതി. അതെ, താത്വികമായിട്ട് പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ പ്രായോഗികമായിട്ട് പറയുമ്പോൾ ഇവർ പറഞ്ഞാൽ ശരി. അതെ അതെ ഇപ്പൊ പോസിബിൾ അല്ല, അത് സാധ്യമല്ല. അതെ 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 അത് സാധ്യമല്ല. അതാണ് പ്രശ്നം. അത് ഞാൻ സുന്നികളുടെ ഭാഗത്താണ്. ഞാൻ സുന്നി ഐക്യക്കാരനാണ്. പക്ഷേ അതിനോട് തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം എന്ന രീതിയിൽ ഒരു അവതരിപ്പിച്ചതോ അതിനെയൊക്കെ സാർ എങ്ങനെ നോക്കി കാണുന്നത്? അതിനെപ്പറ്റി ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തുമാണ്. പുള്ളി സത്യത്തിൽ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, തുറന്ന് സംസാരിക്കാം. അത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയാം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് വെച്ചാൽ അങ്ങനെ വെറും ഒരു മതപണ്ഡിതനായിട്ട് നിങ്ങൾ കാണുന്നു. അദ്ദേഹം വലിയൊരു സംഘാടകനാണ്. അതെ അതെ, പിന്നെ 100% ഇത്രയും അദ്ദേഹത്തെ ബൃഹത്തായിട്ടുള്ള സംഘാടകനാണ്. അപ്പൊ ആളുകളെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് പുള്ളി ഇതുപോലെ ചില നുറുക്ക് വഴികളൊക്കെ കാണിക്കും. അത് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നോക്കിയാൽ മതി. അതെ അതെ അതെ, ആത്യന്തികമായിട്ട് ആർക്കും ശല്യമില്ല. ശല്യമാണെന്ന് മാത്രമല്ല, വർഗീയത പറയുന്നവരെ അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കൂടെയുള്ള ആളുകൾ പൊതുവെ സഹിഷ്ണുതയുള്ളൊരു, സ്നേഹമുള്ളൊരു, നന്മയുള്ളൊരു. അതാണ് നമ്മൾ നോക്കേണ്ടത്. ആത്യന്തികമായിട്ട് 99 ഗുണങ്ങളുണ്ടെങ്കിൽ അത് കണക്കാക്കുക. ചെറിയ ഒരു പോരായ്മ തിരികാശമൊക്കെ വിട്ടുകളെ. തിരികാശം അല്ലല്ലോ, അതിനേക്കാളും വലിയ കാര്യങ്ങൾ പുള്ളി ചെയ്തു. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ കാരന്തൂര് പോയിട്ട് പുള്ളിയുടെ പോയിട്ട് അത് എത്ര കോടി രൂപയുടെ പരിപാടി നടക്കുന്നത്. അത് മാത്രമല്ല, ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ആ മുറിയിൽ കുറച്ച് ആളുകളുണ്ട്, അവരോടൊക്കെ പുറത്തിറങ്ങിക്കാൻ വേണ്ടിയിട്ട് പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞു, എല്ലാ നല്ല കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവണം എന്നാവശ്യം. ഞാൻ പറയും, എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം സാർ അതുപോലെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കാര്യത്തിനും ഇപ്പോൾ കോൺഗ്രസിനെ അടിക്കാനുള്ളൊരു വടിയായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ജയിച്ച അന്ന് ആ സെക്കൻഡിൽ ജയിച്ചു എന്ന് ഏകദേശം ഉറപ്പിക്കുന്ന 95 സീറ്റായി എന്ന് ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മുടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇരുന്ന് ചെണ്ട കൊട്ടുന്നു, പുറകിൽ നിന്ന് വി ഡി സതീശൻ ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആഖ്യാനം അവർ എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാണക്കാട് എന്നാണ്, കോൺഗ്രസിന് യാതൊരു വിലയുമില്ല, മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതുമായിട്ട് തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസവും മുസ്ലിം ലീഗിന് കൊടുക്കാൻ പാടില്ല, മുസ്ലിം ലീഗ് കൊടുത്താൽ അവിടെ എന്തോ വലിയ വർഗീയത അടിഞ്ഞാടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് കേരളത്തിലെ വിഭജിക്കാനുള്ള ആ ഒരു തന്ത്രത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അത് സ്വാഭാവികമല്ലോ. ബി ജെ പിയെ സംബന്ധിച്ചുള്ള എതിർഭാഗത്ത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ താങ്കൾ പറഞ്ഞ രീതിയിലല്ല ഈ സംഭവം. ഒന്ന്, സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ്. സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ പാണക്കാട് തങ്ങളും ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിങ്ങനെ ഉയർത്തും. ബോക്സിങ്ങിലൊക്കെ ജയിച്ചാളുടെ കൈ പിടിച്ച് നോക്കും എന്ന പോലെ കൈ പിടിച്ച ആ സമയത്താണ് സതീശൻ മുഖ്യമന്ത്രിയായ സതീശനെ വെച്ചിട്ടാണ് ഇവർ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും. അത് മാത്രമല്ല, മറ്റേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫിഷറീസും പറഞ്ഞ ലത്തീൻ സഭ അല്ല, പക്ഷെ സഭയാണ് ആവശ്യപ്പെട്ടത്. അല്ല, അതിനെ വളരെ തന്ത്രപരമായി ഷോൺ ജോർജും PC ജോർജും കൃത്യമായിട്ട് അതിനെ മുസ്ലിം ലീഗിലേക്കും മുസ്ലിങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമം ഷോൺ ജോർജിന്റെ ഭാഗത്ത് നിന്ന് നടന്നു. അത് സ്വാഭാവികമായിട്ട് ചെയ്യും. അവരെ സംബന്ധിച്ചുള്ള അത് BJP-യുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അപ്പം പുള്ളി പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ട്. പണ്ടത്തെ ഈരാറ്റുപേട്ടയിലുള്ള ഒരു ഷോൺ ജോർജ് അല്ലല്ലോ, ഇന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ജനങ്ങൾ കേൾക്കുന്നു. അല്ല, അവരെ സംബന്ധിച്ചുള്ള ആ രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടിയാണ്. അതുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഈ BJP രൂപീകരിക്കുന്ന കാലത്തുള്ള അതിന്റെ സിദ്ധാന്തമൊന്നുമില്ല. 1980-ലാണ് ഞാനത് പ്രീഡിഗ്രി പഠിക്കുന്നത്. BJP-യുടെ 5 പരിപാടികൾ. 1 ജനാധിപത്യം, 2 മതേതരത്വം. ഇപ്പം അത് BJP-കാർക്ക് പോലും ഓർമ്മയുണ്ട്. ജനാധിപത്യം, മതേതരത്വം, പിന്നെ ദേശീയോത്ഗ്രഥനം, നാഷണൽ ഇന്റഗ്രേഷൻ, 4 ഗാന്ധിയൻ സോഷ്യലിസം. സൂപ്പർ, ഗാന്ധിനെ വെടിവെക്കുന്ന ടീമാണ്. 5
മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ്, ഈ 5 സിദ്ധാന്തങ്ങളാണ്. അപ്പോൾ അന്ന് തന്നെ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് വാജ്പേയി കൊടുത്ത ആശയമാണ്. വാജ്പേയി ഒരു നെഹ്റുവിയൻ ചിന്താധികാരനാണ്. വാജ്പേയി എത്ര പ്രശ്നം BJPയിലെ ഒരു നെഹ്റു ആയിരുന്നു. അപ്പോൾ വാജ്പേയി മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തം പുള്ളി ആഗ്രഹിച്ചത് ഇത് ഒരു ഹിന്ദുത്വ പ്ലാറ്റ്ഫോം, ഹിന്ദുത്വം എന്ന വാക്ക് അതില്ല, ഒരു ഐഡിയോളജിക്കലി ഒരു റൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ജനാധിപത്യം. അത് ജനാധിപത്യത്തിൻ്റെ പ്രാതിനിധ്യം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലി ആ ഒരു പ്രശ്നം കിട്ടാൻ അധികം കാലമായിട്ടില്ല. 77, 79 അല്ല 75 അടിയന്തരാവസ്ഥ, അതിന് 5 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ജനാധിപത്യം എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. മതേതരമായിരിക്കണം, അത് ജനസംഘമല്ല BJP. പിന്നെ BJPയുടെ കൊടിയിൽ തന്നെ കണ്ടില്ല, ആദ്യം ഒരു പച്ച കഴിഞ്ഞിട്ടാണ് കാവി, പച്ച കഴിഞ്ഞിട്ടാണ് കാവി. അത് പച്ച കാവ്യമുണ്ട്, മറ്റിൽ കാവ്യ മാത്രമേ. അത് വ്യത്യാസം. അപ്പോൾ മതേതരത്വമുണ്ട്. പിന്നെ അത് കവട മതേതരത്വമല്ലേ? അല്ല, അത് പിന്നെ തെളിഞ്ഞു കവട മതേതരത്വമല്ല. അതൊരു എവല്യൂഷനാണ്. നമ്മൾ പറയുന്നത് വാജ്പേയിയുടെ സമയത്താണ്. അത് ഈ BJP രൂപീകരിക്കുന്ന സമയത്ത് മുസ്ലിം നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്. സിക്കന്ദർ ഭക്ത് എന്ന് പറഞ്ഞ ആളുടെ, അയാൾ ശരിക്കും പഴയ സംഘടനാ കോൺഗ്രസ്സുകാരാണ്. മൊറാർജിയുടെ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്ന ഏക മുസ്ലിം അദ്ദേഹമാണ്. സിക്കന്ദർ ഭക്ത് ഡൽഹിയിൽ നിന്ന് ജയിച്ചു, ഓൾഡ് ഡൽഹിയിൽ നിന്നാണ് പുള്ളി ജയിച്ചത്. അദ്ദേഹം BJPയുടെ സ്ഥാപക നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം കേരളത്തിൽ ഗവർണറായിരുന്നു. വാജ്പേയി പിന്നീട് പ്രധാനമന്ത്രി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കേരളത്തിൽ ഗവർണറായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചൊരു സർജറി ആയിട്ടാണ് മരിച്ചത്. സിക്കന്ദർ ഭക്തുണ്ട്. പിന്നെ MC ചഗ്ല, പഴയ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന സാക്ഷാൽ MC ചഗ്ല, മുഹമ്മദ് അലി കരീം ചഗ്ല. അദ്ദേഹം ജിന്നയുടെ ജൂനിയറായിരുന്നു, വക്കീലായിട്ട് ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ദിരാഗാന്ധിയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു. MC ചഗ്ലയുണ്ട്. പിന്നെ പെരുമ്പാവൂര് റഹ്മാൻ ഉണ്ടായിരുന്നു, VR റഹ്മാൻ. കേട്ടോ റഹ്മാനെ കുറിച്ച്? അതൊക്കെ പഠിക്കപ്പെടുന്ന കേസുകളാണ്. റഹ്മാൻ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്ത്യാനികളെ ഒരുപാട് നേതാക്കാൻ പറ്റും. ഡോക്ടർ റേച്ചൽ മത്തായി, മറ്റേ കോട്ടയത്തെ പ്രൊഫസർ OM മാത്യു, ഇവരൊക്കെ BJPയുടെ ആരംഭകാല നേതാക്കന്മാരാണ്. അപ്പോൾ BJP ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഈ പ്രിൻസിപ്പിളിലാണ് പോയത്. അല്ല, BJP ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര പ്രശ്നമില്ലായിരുന്നല്ലോ. കാരണം ആ സമയത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞിട്ട് അവര് കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി എല്ലാവരും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടം. അത് പിന്നീടാണ് ഞാൻ പറഞ്ഞത്. തുടങ്ങുന്ന സമയത്ത് 80-ലെ കാര്യം. അത് 84-ലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭയങ്കര തിരിച്ചടിയാണ്. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്വാളിയോറിൽ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിന് തോറ്റു. അതിനുശേഷം വാജ്പേയി മാറിയിട്ട് അദ്വാനി വന്നപ്പോഴാണ് പുള്ളി ഗാന്ധിയൻ സോഷ്യലിസവും പാറ്റയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് പുള്ളി ഹിന്ദുത്വം എന്നുള്ള വാക്ക് അപ്പോഴാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഹിന്ദുത്വം എന്നുള്ള വാക്ക് ഈ കോമൺ പൊളിറ്റിക്സിലില്ല. 84-ല് BJPക്ക് തിരിച്ചടി ഉണ്ടായതിനു ശേഷമാണ് ഹിന്ദുത്വം. അതിൽ നിന്നാണ് 2 സീറ്റിൽ നിന്നാണ് പുള്ളി 80. അതിനുശേഷം പിന്നെ അദ്വാനിയെക്കാളും ക്യാമറയായിട്ടാണ് മോഡി വന്നത്. അത് വേറെ ഒരു അവതാരമാണ്. പക്ഷേ അദ്വാനിയുടെ സമയത്തും ഒരു വ്യത്യാസമുള്ളത്, ഇതൊരു ഹിന്ദു പാർട്ടി ആയിരുന്നെങ്കിലും ഒരു ആൻറ്റി മുസ്ലിം പാർട്ടി ആയിരുന്നില്ല. അത്ര പ്രശ്നമില്ലായിരുന്നല്ലേ അദ്വാനിയുടെ സമയത്ത്? പറ്റി ഇവരൊക്കെ ഉണ്ടല്ലോ. ഈവൻ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ മന്ത്രിസഭ പോലും നമ്മുടെ പഴയ രാജ്യസഭ പിന്നീട് അവര് ഗവർണറായിട്ട് 75 വയസ്സ് പൂർത്തിയായപ്പോൾ ഗവർണറായിട്ട് കൂടി. പക്ഷെ മോഡി വന്നപ്പോഴാണ് ഇത് ഹിന്ദു പാർട്ടി മാത്രമല്ല ആന്റി മുസ്ലിംസും കൂടി ആയത്. കാരണം മോഡിക്ക് അറിയാം, ഈ ആന്റി മുസ്ലിം ഇല്ലാതെ വെറുതെ ഹിന്ദു തൊട്ട് കാര്യമില്ല. ഒരു ശത്രുവിനെ മുന്നിൽ കാണിക്കണം, ശത്രു ഉണ്ടായേ തീരൂ. എങ്കിലും ജൂതന്മാരെ കാണിച്ചത്. അതെ, ആ ഒരു ചിന്താഗതിയാണ്. സാർ സത്യത്തിൽ എങ്ങനെയാണ് ഈ മോദിയുടെ ഭരണത്തെ നോക്കിക്കാണുന്നത്? ഇങ്ങനെ നമ്മുടെ രാജ്യം ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? മോഡിയുടെ കാര്യത്തിൽ നമ്മൾ കാണണമെങ്കിൽ മോഡി അങ്ങനെ ഈ സ്ഥാനത്ത് എത്തിയെന്ന് വെച്ചാൽ BJPയിൽ ഉണ്ടായിരുന്ന അത്ര സെക്കൻഡ് ലൈൻ നല്ല ലീഡർഷിപ്പ് വേറൊരു സ്ഥലത്തും വേറൊരു പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, അദ്വാനി വാജ്പേയി. അപ്പോൾ സെക്കൻഡ് ലൈനിൽ എത്ര പ്രഗത്ഭന്മാരായത്? പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു, സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു, ഗോപിനാഥ് മുണ്ടെ ഉണ്ടായിരുന്നു, മനോഹർ പരീക്കർ ഉണ്ടായിരുന്നു, അതുപോലെ അർജുൻ മുണ്ടെ ഉണ്ടായിരുന്നു. ഏത് സമുദായത്തിൽ നിന്ന് വേണമെങ്കിൽ മുന്നോക്ക സമുദായത്തിൽ, പിന്നോക്ക സമുദായത്തിൽ നിന്ന്, OBC നിന്ന് ഉമാഭാരതി ഉണ്ടായിരുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടായിരുന്നു, ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവരിൽ ആരെയും അല്ല, പക്ഷെ അവസാനം നറുക്ക് വിടുന്നത് നരേന്ദ്രമോദിക്കാണ്. ഇവരെക്കാളൊക്കെ ക്രൂഡാണ് മോഡി. മറ്റൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇംഗ്ലീഷൊക്കെ നല്ല പച്ചവെള്ളം പോലെ സംസാരിക്കുന്നവരാണ്. അവരൊക്കെ പോയിട്ട് അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പൊളിറ്റിക്സ് ഈസ് ഫെയ്റ്റ് എന്ന് പറയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിധിയാണ്. ആരെങ്കിലും വിചാരിച്ചു ഈ നരേന്ദ്രമോദി എങ്ങനെ നേതാവായത്? നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഈ എന്നെ പോലെ 8 മണിക്കല്ല 9 മണിക്ക് ചർച്ചയ്ക്ക് വരുന്ന ആളാണ്.
BJPക്ക് വേണ്ടിയിട്ട്. BJP സ്പോക്സ്മാൻ നമ്മുടെ ഗോപാലകൃഷ്ണനൊക്കെ വരില്ലേ, ഡൽഹിയിലൊരു ഗോപാലകൃഷ്ണനായിരുന്നു നരേന്ദ്രമോദി. കാരണം പുള്ളിക്ക് ഗുജറാത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇയാൾ ഗുജറാത്തി ആണെങ്കിലും ഗുജറാത്തിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. എന്താ വെച്ചാൽ അത് കേശുഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ്. അവിടുത്തെ BJPയിലെ ഒരു വലിയ നേതാവാണ്. അതിൽ പട്ടേൽ സമുദായക്കാരനാണ്. പട്ടേൽ സമുദായം വളരെ പ്രബല സമുദായമാണ് ഗുജറാത്തിൽ. അപ്പോൾ ഗുജറാത്തിൻ്റെ അവിടെ പട്ടേൽമാരുടെ നേതാവ് പ്രവാടി. അങ്ങനെ ഇരിക്കുമ്പോൾ 2001 ഇതൊക്കെ ആക്സിഡൻ്റൽ എന്ന് പറയുന്നത്, ആക്സിഡൻസ് ഹിസ്റ്ററി എന്ന് പറയും, ചരിത്രത്തിലെ ആകസ്മിക സംഭവം. ഇതെങ്ങനെ സംഭവിക്കുന്നത്? 2001 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടാവും. അതിഭയാനകമായ ഭൂകമ്പം ഉണ്ടാവുന്നു. ഭുജിലാണ് ഉണ്ടാകുന്നത്. കച്ചിലെ നമ്മുടെ ബ്ലസ്സിയുടെ സിനിമ അതിനെ കുറിച്ചിട്ടാണ്, ഈ കച്ചിലെ ഭൂകമ്പത്തെ കുറിച്ചിട്ടാണ്, കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മിക്കവാറും കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞൊഴിഞ്ഞു വീഴും. അതിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഈ BJP സർക്കാരിന് വലിയ പാളിച്ച സംഭവിക്കും. പിന്നീട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ BJP തോക്കും. അപ്പോൾ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJP തോറ്റുപോകും എന്നുള്ളൊരു ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ അവർ കേശുഭായ് പട്ടേലിനെ മാറ്റാൻ തീരുമാനിക്കും. പെട്ടെന്ന് ഒരു എളുപ്പം കരുണാകരനെ മാറ്റി ആരുടെ കൊടുക്കണം. അപ്പോൾ ആരായിരിക്കും അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുക എന്ന് നോക്കിയപ്പോൾ അന്ന് ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് നരേന്ദ്രമോദിക്ക് സമുദായം പിന്തുണയില്ല. അദ്ദേഹത്തിൻ്റെ സമുദായം ബീഹാറിലെ ഒരു 0.5% ഉള്ളൂ. അവർ എണ്ണ ആട്ടുന്ന നമ്മുടെ നാട്ടിൽ വാണിയന്മാരില്ലേ, വാണിയന്മാരുടെ സമുദായമാണ്. അതാണ് ബോധ് ഗാജ് എന്ന്. ആ സമുദായക്കാരനാണ്. സമുദായം പിന്തുണയില്ല, എന്നാലും ഇയാൾ RSS പ്രചാരകനാണ്. പുള്ളിയെ കടുത്ത പ്രചാരകൻ. അപ്പോൾ പുള്ളിയെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ പ്ലേസ് ചെയ്യാണ്. അങ്ങനെ മുഖ്യമന്ത്രിയാവും.